കാലത്ത് തന്നെ അച്ചാച്ചൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് അച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയുണ്ട്. അപ്പോൾ നേരെ അച്ചാച്ചൻ്റെ പറമ്പിലാണ് വന്ന് നിൽക്കുന്നത്. വണ്ടിയിൽ കുറച്ച് മെറ്റലുണ്ടായിരുന്നു, അത് അടിക്കാനുള്ള പരിപാടിയിലാണ് അച്ഛൻ. അപ്പോൾ അച്ഛനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചുകുട്ടൻ. ലാസ്റ്റ് മെറ്റലടിക്കേണ്ട പൊക്കണ്ട കാര്യം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഞെക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ സ്വയം ഞെക്കിയപ്പോൾ പൊങ്ങണ് കണ്ടപ്പോൾ ആദ്യം ഒരു സന്തോഷമായി. പിന്നെ ആൾക്ക് എന്താ പറയുക, അത് അമർത്താത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ബലം പിടിച്ചിട്ടാണ് അമർത്തുന്നത്. ഇടയ്ക്ക് വന്ന് നോക്കും അത് മെറ്റൽ വീണോന്നറിയാൻ. പക്ഷെ വീണിട്ടില്ല. അപ്പോൾ വീണ്ടും ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, കുറച്ച് മെറ്റൽ വീണ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ഓടി ചെന്നിട്ട് നോക്കുന്നുണ്ട് കാണാനായിട്ട്. പക്ഷേ ഒക്കെ വീഴില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി നേരം എന്താ പറയുക ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വന്നിട്ട് ഇപ്പം നോക്കൂട്ടാ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ കുറച്ച് മെറ്റലാണ് വീണുള്ളൂ. അപ്പോൾ അച്ചാച്ചൻ പറയുന്നുണ്ട് വീണ്ടും കുറച്ചുകൂടി ഞെക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഓടി വന്നിട്ട് എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ആ കാര്യത്തിൽ. അപ്പോൾ വീണ്ടും അമർത്തി ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി പൊങ്ങുന്നുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ച് മെറ്റൽ വീഴുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഓടി വരികയാണ് അച്ചു. ഇതും ഫുള്ളായിട്ട് വീഴുമെന്ന് വിചാരിച്ചു, പക്ഷെ ഫുള്ളായിട്ട് വീണില്ല. അപ്പോൾ അച്ചാച്ചൻ വീണ്ടും പറയുന്നുണ്ട് കുറച്ചുകൂടി പോയി പൊക്കാൻ. അപ്പോൾ വീണ്ടും അച്ചു വന്നിട്ട് വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി പൊങ്ങി. പിന്നെ കുറച്ച് പൊങ്ങിയപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് താത്തി തുടങ്ങിയിട്ടാ, ഫുള്ള് വീണു. അപ്പോൾ താത്തി തുടങ്ങി. അപ്പോൾ കുറച്ച് പതുക്കെ ആയിട്ടാണ് താത്തണത്. അങ്ങനെ അച്ചു അത് തിരിച്ച് അതേപോലെ തന്നെ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ചാച്ചൻ പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അച്ചാച്ചനോട് പോകുമ്പോൾ ഓരോ സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അച്ചുവിന് അച്ചാച്ചനെ ടാറ്റ പറഞ്ഞ് അയക്കുന്നുണ്ട്. ബൈ ബൈ.